കക്ഷികളുടെ ഒരു ശക്തിയും അവർക്ക് ആ മണ്ഡലത്തിൽ എത്രത്തോളം ശക്തിയുണ്ട്, ജയിപ്പിക്കാൻ കഴിയുമോ, ഇതെല്ലാം കോൺഗ്രസ് നോക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കില്ലേ? അതെ, പക്ഷേ ഈ മറുഭാഗത്തുള്ള LDF-ലുള്ള കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റും ഒക്കെ ആയിട്ട് ഇവർക്കൊരു താരതമ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF-ലെ കേരള കോൺഗ്രസ് നിലയിൽ അവർക്ക് ഒരു 10 സീറ്റിലെങ്കിലും 8 സീറ്റിലെങ്കിലും അവർക്ക് മത്സരിക്കാൻ ലഭിക്കണം. ഇപ്പോൾ 4 സീറ്റ് കോൺഗ്രസ് ചോദിക്കുന്നത് 3 അല്ലെങ്കിൽ 2 സീറ്റെങ്കിലും എടുക്കാം എന്നാണ്. 4 ചോദിക്കുമ്പോഴാണല്ലോ. പക്ഷേ അദ്ദേഹം ഒരു സീറ്റും കൊടുക്കാൻ തയ്യാറല്ല. അല്ല, അദ്ദേഹം ഒരു സീറ്റ് കൊടുക്കുന്നതല്ല. പറയാവുന്ന LDF-ല് കഴിഞ്ഞ തവണ 13 ചോദിച്ചിട്ട് 12 സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുത്തു. അത് കുറ്റ്യാടി മാത്രമുള്ള അവസാനം പോയത്. ഒരുപക്ഷെ ഇത്തവണ 13 സീറ്റ് LDF-ൽ ഒരുപക്ഷെ കേരള കോൺഗ്രസിന് കിട്ടും. അതെ, അപ്പോൾ 10-ൽ 7 ചുരുക്കുന്നു. അതെ, അതാണ് അവർക്കൊരു ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഇങ്ങനെ സങ്കീർണമായി തുടരുകയാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് സീറ്റ് വിഭജനവും പൂർത്തിയായില്ല. കോൺഗ്രസിന്റെ ആദ്യഘട്ട പട്ടികയും വന്നില്ല എന്നുള്ളതാണ് UDF ക്യാമ്പിലെ ഒരവസ്ഥ. അല്ല, ആ കാര്യത്തിൽ എനിക്കൊരു സംശയം. ഇനി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇനിയും അവസാന നിമിഷവും അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത് മൊത്തം എല്ലാവർക്കും സീറ്റെല്ലാം വിഭജിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എന്തെങ്കിലും കാരണത്താൽ അവർ വന്നു കഴിഞ്ഞാൽ എവിടുന്ന് സീറ്റ് എടുത്ത് കൊടുക്കും? അങ്ങനെ വന്നാൽ അവർ 13 സീറ്റിന് മുകളിൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ അത്തരമൊരു സാഹചര്യം അവർ വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മിച്ചമുള്ള സീറ്റ് പിടിക്കാൻ പറ്റില്ല. ഏതായാലും നമുക്കറിയാം, ഒരു മുന്നണിയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. അതുകൊണ്ട് 100 സീറ്റിലെങ്കിലും മത്സരിച്ചാൽ മാത്രം, കോൺഗ്രസ് 100 സീറ്റിലെങ്കിലും മത്സരിച്ചാൽ മാത്രമേ വിജയസാധ്യതയുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, കനകോലുവിൻ്റെ രഹസ്യ റിപ്പോർട്ടാണ്. അതിൽ തന്നെ 100 സീറ്റാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. ആ 100 സീറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഘടകകക്ഷിയുടെ നിന്നുള്ള സീറ്റുകളെല്ലാം വാങ്ങുന്നത്. ഇങ്ങനെ കേരള കോൺഗ്രസ് മാണിയെ ഇവർ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ ഭാഗത്ത് ഇപ്പം ലീഗിന്റെ 27 സീറ്റിലും ലീഗിന് മത്സരിക്കാമെന്നാണ് പറഞ്ഞത്. ലീഗ് കൂടുതൽ അവകാശവാദം ഉന്നയിക്കുന്നില്ല. 27 സീറ്റിൽ അവർ സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 25 സീറ്റിൽ ചിഹ്നത്തിൽ 2 സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി കഴിഞ്ഞ തവണ മത്സരിച്ചു. ഇത്തവണ അത് തന്നെയാണ് അവർക്ക് ലഭിക്കുക. ആ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവര് ജമാഅത്തെ ഇസ്ലാമിയുടെ ആയിരിക്കും എന്നുള്ളൊരു വാർത്തയുണ്ട്. അങ്ങനെ സംഭവിക്കാം. ലീഗിന്റെ ആൾക്കാരായിരിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നേരിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളാണ്. പിന്നെ കോൺഗ്രസുമായിട്ട് ചില സീറ്റുകൾ വെച്ചുമാറാനൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ തിരുവമ്പാടി സീറ്റ് അവര് കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. അത് മലപ്പുറത്തെ DCC പ്രസിഡന്റ് VS ജോയി മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. അപ്പൊ തിരുവമ്പാടിക്ക് പകരം ഒരു പകരം സീറ്റ് എളുപ്പമാവില്ല. കാരണം അവിടെ ഒരു കത്തോലിക്കനെ വേണം. അല്ല, അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പോ അത് പല മണ്ഡലങ്ങളിലും അങ്ങനെയുണ്ട്. കുട്ടനാട് ഒരു സുറിയാനി കത്തോലിക്കൻ മാത്രമല്ല, സിറോ മലബാർ സഭ അംഗം തന്നെ വേണമെന്നുണ്ട്. ചങ്ങനാശ്ശേരി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സാമുദായികമായ ചില സമവാക്യങ്ങളുണ്ടെങ്കിലും സഭാപരമായ ചില സമവാക്യങ്ങളുണ്ട്. ഇപ്പോൾ മൂവാറ്റുപുഴ, പെരുമ്പാവൂര്, പിറവം ഇങ്ങനെ മണ്ഡലങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാവരും യാക്കോബായ സഭ അംഗങ്ങളാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ സിറോ മലബാർ സഭ അംഗത്തിന് ആകെ മത്സരിക്കാൻ കിട്ടുന്ന സീറ്റ് കോതമംഗലമാണ്. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിനോടും സഭാ നേതൃത്വം ആവശ്യപ്പെട്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ സഭാംഗമായ ഒരാൾ മത്സരിക്കണം ഇവിടെ കോതമംഗലത്ത്. ചങ്ങനാശ്ശേരിയിലും അങ്ങനെ ആവശ്യമുണ്ടത്ര.